ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ്. അതിതല്ലാതെ മറ്റേതാണ്? കാല് കുത്തിയില്ല, അതിനു മുമ്പ് ഒലിപ്പീര് തുടങ്ങി. എടാ, നീ ഒന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലത്തെ കണ്ടിട്ടില്ല. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ കയറിയൊന്നും വല്ല കന്നന്തിരവും കാണിച്ച ചവിട്ടി ഞാൻ പുറത്തറിയും എല്ലാത്തിനും. പിന്നെ എത്തിയോ? ഞങ്ങൾ ഒരു വണ്ടി ആർട്ടിസ്റ്റുകളെ പ്രതീക്ഷിച്ചേ. മെയിൻ വണ്ടി പുറകെ വരുന്നുണ്ട്. ഇയാളോ? അതെ അതെ, ഇവനാണ് നാടകം സംവിധാനം ചെയ്യുന്നത്. കാണുന്ന പോലൊന്നുമല്ല, അനുഗ്രഹീത കലാകാരൻ, പഴയ കലാപ്രതിഭ. കാര്യമൊക്കെ ശരി. ഈ മുതലിനെ ആദ്യം പറഞ്ഞു വിടും. ആദ്യം ഫെമിനാഷോ, ഇപ്പൊ നാടകം. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഞങ്ങളും ചോദിച്ചു. ഇവന്റെ അമ്മ വനജാന്റെ നിർബന്ധിച്ച ഞാൻ എന്ത് ചെയ്യും? നന്ദനയോടാണ് ചോദ്യം. എന്റെ വക ഞാനും ഉറപ്പ് തരുന്നു, യൂത്ത് ഫെസ്റ്റ് കഴിയുന്നവരെ ഫെമിനാ ഷോയുടെ കാര്യം ഇവൻ മിണ്ടില്ല. ഇനിയും വിശ്വാസമായില്ലെങ്കിൽ കുട്ടി കൈയൊന്നും നീട്ടിയേ. എന്തിനെ? സത്യം ചെയ്യാൻ. സ്പർശനേ പാപം ദർശനേ പുണ്യം എന്ന് സംസ്കൃതത്തിൽ വായിച്ചിട്ടില്ലേ? ഇതേ പെശക് സ്ഥലമാണ്. എല്ലാവരും സ്വയം സൂക്ഷിച്ചോളണം. നമ്മളൊക്കെ ചെറുപ്പോ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും മുള്ളിനാണ് കേട്, മോനൊടിഞ്ഞു പോവും. എന്താ ഒരു കൺഫ്യൂഷൻ? ഞാനേ ഒരു പൊതു തത്വശാസ്ത്രം പറഞ്ഞതാ. നിനക്കറിയാവോ, 17 തികയാത്തൊരു പാൽക്കാരൻ പയ്യനെ 5 പെമ്പിള്ളാരും കൂടെ ബലാത്സംഗം ചെയ്തു കൊന്ന സ്ഥലമാണ്. എന്നെ നശിപ്പിക്കല്ലേ, എന്റെ ചാരിത്രം എന്നെ ഒരു സഹോദരനായിട്ട് കാണൂ. എന്താ? ഒരു സംശയമുണ്ടേ, നിങ്ങളുടെ ഹോസ്റ്റലിൽ പാല് സപ്ലൈ ചെയ്യുന്ന ആരാ? അതെന്തിനാ പറയണേ? എനിക്ക് അതിന്റെ ബിസിനസ് തുടങ്ങിയ കൊള്ളാൻ ആഗ്രഹമില്ലേ? നല്ല ലാഭമാണ്. പേപ്പറിൽ വച്ചിട്ടില്ലേ മിൽമ ലാഭത്തിൽ നിന്ന്? എല്ലാവരും പണിയായുധങ്ങളൊക്കെ എടുത്തോ. ചണ്ടമൃതങ്കം തിരുവാതിരൈ കൈവിടല്ലേ അമ്മച്ചി, വീണ ഉടയും. ഇനി ഉടയാനൊന്നുമില്ല മോനെ. ആടും ഓടക്കുഴലും പൂത്തിലഞ്ഞയുടെ തണലും മണവും നിന്റെ വേണുഗാനവും ഞാൻ ഓർത്തു വെക്കും. ദുന്യതയില്ല. അങ്ങനെയല്ല കുട്ടി, നിന്റെ വേണുഗാനവും ഞാൻ ഓർത്തു. അതതിലും പോറ്. കുറച്ചുകൂടെ അലമ്പാക്കിയ ഇവളെ സീരിയൽ എടുക്കാം. രമണനും ചന്ദ്രികയും പിരിയാൻ തീരുമാനിച്ചിരിക്കുന്ന മുഹൂർത്തമാണ്. ഒന്ന് ഫീൽ ചെയ്ത് പറ. പെണങ്ങണ്ട മോളെ, എന്നും ശ്രദ്ധിക്ക്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ും പൂത്ത ഉലഞ്ഞിട മടലും നിന്റെ വേണുനാഗവെള്ളിയും തോർത്തിക്കൊണ്ടേയിരിക്കും. എന്റെ കുഴപ്പമില്ല, ഇത് നാടകത്തിന്റെ സ്ക്രിപ്റ്റാ, അല്ലെങ്കിൽ കസായക്കുറിപ്പാ. ആറിലോടെ കുറുന്നൊട്ടും പേരും താനെ സ്ക്രിപ്റ്റ് ചെയ്തേക്കണം. സ്ക്രിപ്റ്റ് പോരാ, സ്ക്രിപ്റ്റും പേരുമില്ല, മുഹൂർത്തില്ല. ഇന്ന് പാലിന് ഉപ്പരും മുഹൂർത്തം അതെങ്കിലും വേണ്ടേ നാടകത്തില്? ഹലോ, ഒതുക്കത്തിൽ നിന്ന് സീൻ പിടിക്കാണല്ലേ? ഞങ്ങളിവിടെ തിരുവാതിര. നടക്കട്ടെ. കുട്ടി ആദ്യം ഡയലോഗ് പഠിക്കും. എവിടെ ഡയലോഗ്സ് മാത്രം ഒന്ന് റഫായിട്ട് നോക്കിക്കഴിഞ്ഞാ പിന്നെ ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. കല്യാണം പ്രമാണിച്ച് നീ വീട്ടു തുടങ്ങില്ലാന്നാ ഞങ്ങള് കരുതിയേ. വീട്ടു തുടങ്ങല്ലോ? ഞാനെന്താ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടാൻ പോവാ? അത്യാവശ്യത്തിനൊന്നും ഒളിച്ചോടിയാലും ഞങ്ങൾ ആരും കുറ്റം പറയില്ല. ആഹാ, ഇതിനെയും കെട്ടിയെടുത്തിട്ടുണ്ടോ? അതെ, തീരെ സമയം ഉണ്ടായിട്ടല്ല, പിന്നെ എല്ലാരും നിർബന്ധിച്ചപ്പോ. അതെ, അന്നമ്മേനെ കണ്ടിട്ടാ ഞങ്ങൾ ഈ നാടകം പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പപ്പ, ആ ഡയലോഗ് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ആടും ഓടലോടകവും വേണുനാഗവെള്ളിയും നെടുമുടി വേണം. വരട്ടെ. നാടകം തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് ശ്യാമുമായിട്ടൊരു ഡയലോഗുണ്ട്. ഞങ്ങള് മാറിത്തരണ? വേണ്ട, ഞങ്ങള് മാറി നിന്നോളാം. ചേട്ടൻ വന്നേ. എന്താ മുളക് കടിച്ചോ? ഏയ്, പെട്ടെന്നൊരു ഐഡിയ കിട്ടി. വല്ല കാണാപ്പുളി അടിയായിരിക്കുള്ളൂ, അല്ലാതെ ഈ തലയിൽ എന്ത് വരാനായിട്ട്? നിമി എന്തോ പറയാണ്ടെന്ന് പറഞ്ഞു. ശ്യാം മാനുവലിനെ കണ്ടിരുന്നോ? നമുക്ക് പിന്നെ സംസാരിക്കാം. അവിടെ റിഹേഴ്സല്. മാനുവലിനെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞേ? നമ്മൾ തമ്മിൽ പ്രേമമാണെന്നോ? ആണോ? ഇത് എന്ന് തുടങ്ങി? എടി പോത്തെ, ഞാൻ നിന്നെ സേവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. അത് നിനക്ക് ഇഷ്ടമല്ലാത്ത കല്യാണം പ്രൊസീഡ് ചെയ്യുന്നു കേട്ടപ്പോ അങ്ങനെ പറയാനാ എനിക്ക് തോന്നിയത്. ഇയാളോട് ഞാൻ പറഞ്ഞോ എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ലെന്ന്? അതെ, എന്റെ കാര്യത്തിൽ ഇടപെടുമ്പോ അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. സോറി, ഒരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ തന്നെ പോയ മണഗുണാഞ്ചനോട് പറഞ്ഞേക്കാം, ഒക്കെ ഒരു നുണയായിരുന്നു പോരെ. മര്യാദക്ക് സംസാരിക്ക്. ഞാൻ കെട്ടാൻ പോണ ആളാ. അയാൾക്ക് നല്ലൊരു പേരുണ്ട്, മാനുവൽ. വേണമെങ്കിൽ മനുവായിട്ടാന്ന് വിളിച്ചോ. ഒരു മാനുവലും ഓട്ടോമാറ്റിക്കും അവളുടെ.
ഓ എടാ പൊട്ടൻ ചങ്കരാന്തി, ഇഷ്ടമാണെന്ന് നിന്റെ വായിന്ന് തന്നെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവള് ചോദിച്ചത്. അപ്പോഴാണ് നിന്റെ ഒരു മുടിഞ്ഞ നമ്പർ. ആണോ? ആ അയ്യോ, എനിക്ക് മനസ്സിലായതേ ഇല്ല. പാവം. അവളെ ഇപ്പൊ ശരിയാക്കി തരാം. ആ ശരി. ആ വാ 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 നോക്കാം. നിക്ക്, ഈ ഡയലോഗ് ഒന്ന് പഠിക്കട്ടെ. പഠിക്കണ്ട. കണ്ട പെണ്ണാണെന്ന് തോന്നുന്ന ആരെങ്കിലും വേണം നായികയായിട്ട്. ഇത്രയും കാലം ആണുങ്ങൾ ഇല്ലാതെയാണ് ഇവിടെ നാടകം കളിച്ചിരുന്നത്. ഓ, അതുകൊണ്ടാണല്ലോ കൊട്ടക്കണക്കിന് ചാമ്പ്യൻഷിപ്പ് ആയിട്ട് ഇങ്ങോട്ട് വന്നത്. കൊട്ടയിൽ വേണ്ട, ചിരട്ടയിലെങ്കിലും കൊണ്ടുപോവാ ഒരു ചാമ്പ്യൻഷിപ്പ്. എന്നിട്ട് പറ. നിർത്തടുത്ത് പറ, എന്താ സംഭവം? രണ്ടിനും തുടങ്ങിയോ പിന്നെയും? ഏയ്, അതൊന്നും അല്ലെന്നേ. ഇവള് ശരിയാവില്ല. ഈ നായകനും നായികയായിട്ടൊക്കെ അഭിനയിക്കുമ്പോ ഒരു കെമിസ്ട്രി ഉണ്ട്, അത് വർക്കൗട്ട് ആണ്. നന്ദു, നീങ്ങ വന്നേ. അയ്യോ കൈ പിടിക്കുന്നു. ഓ, ഒരു കെമിസ്ട്രിയും ഫിസിക്സും റിച്ചാർഡ് ഗിയർ അല്ലേ? ഗിയർ അല്ലടി, ഞാൻ ബ്രേക്ക്. അതെ മതി, നിർത്ത്. കൊച്ചു കുട്ടികളെ പോലെ വാ, നമുക്ക് നോക്കാം. വല്ലാത്ത സൂക്കേടാ രണ്ടിനും. ഉടക്കി ഒടുവിൽ സിനിമയെ കാണുന്ന പോലെ പ്രേമായിന്നാ ഞങ്ങള് കരുതി. അപ്പൊ ദേ വീണ്ടും. എനിക്ക് അവനോട് ഭയങ്കര ഫ്രെയിമാടി. നീ ഒന്ന് പറഞ്ഞ് ശരിയാക്കി തരണേ. അതെ, ചേച്ചിയുടെ അസുഖം അത് തന്നെയാ. എന്റെ ജീവശ്വാസം ഒഴുകിപ്പോയ ഈ വേണുവിൽ ഇനി ഒരു ഗാനവും അവശേഷിക്കുന്നില്ല. ചന്ദ്രികേ, കമോൺ. അല്ല വരൂ. ശുഭകാമനകളുടെ ഈ ആഹാ, എന്താ അഭിനയം! ഇവള് ബാഹുലേന്റെ മോള് തന്നെ. വല്ല ചളിപ്പുണ്ടോ നോക്കിയേ. ആ കൈയോടെ വെച്ചേ. ശുഭകാമനകളുടെ ഈ രാത്രിയിൽ നീ ചന്ദ്രികേ. അയ്യോ, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതൊന്നും സീനിലില്ലാത്താണല്ലോ ഈശ്വര. ആ നന്ദു, ആ ഡയലോഗ് ഒന്ന് ശരിക്കും പഠിക്കും. അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം. പിന്നെ പിടിച്ചിരിക്കാനാണെങ്കിൽ വേറെ ആളെ നോക്കണം. ഇവള് വേണ്ട. ഓ ഗുഡ് ഗുഡ്. നന്ദു ഇങ്ങു വരൂ. സൂസമ്മോ, നന്ദു കൊള്ളാം. ഈ പ്രണയമൊക്കെ പറയുമ്പോ ഒരു ഫീൽ ഉണ്ട്. ഒരു പെണ്ണാണ് പറയുന്നതെന്ന് തോന്നും. അതാണ് നായിക. തല കുനിച്ചു നിന്ന് കാലോണ്ട് നിലത്തെ ആഫ്രിക്കയുടെ ഒരു മാപ്പും വരച്ച് കുറച്ച് പൈങ്കിളി വർത്താനവും പറഞ്ഞാലേ നായികയാവുന്നുണ്ടോ? കഷ്ടം. നായകൻ ഇപ്പോഴും 4-ാം നൂറ്റാണ്ടിന് ബസ് കിട്ടിയിട്ടില്ല. ഏത് നൂറ്റാണ്ടിലായാലും പ്രേമം എന്ന് പറഞ്ഞ ഇത്തിരി പൈങ്കിളിയാ അല്ലേ ശ്യാമേ? പിന്നല്ലാതെ. റിഹേഴ്സൽ എവിടം വരെയായി? ആ നന്ദു അല്ല നന്ദന ഡയലോഗ് പഠിക്കാം. ആഹാ, നന്ദനയുണ്ട് നാടകത്തില്. ഇപ്പൊ നായകൻ നന്ദനയാ മാം. അപ്പോ ആനിന് എന്ത് പറ്റി? അത് ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചു, പക്ഷെ ആൻ സമ്മതിക്കുന്നില്ല. ശ്യാമിന്റെ അഭിനയം പോരാ മാം. ഈ ഉള്ളിലുള്ള ഫീലിങ്സ് പുറത്തേക്ക് വരുന്നില്ല. അതിനല്ലേ റിഹേഴ്സൽ. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ടാ മാം, രണ്ടുപേരുടെ ഉടക്ക് തീരുന്നത് വരെ. വീണ്ടും തുടങ്ങിയോ? ദേ, വഴക്കൊക്കെ പെട്ടെന്ന് തീർത്ത് റിഹേഴ്സൽ തുടങ്ങും. ഓക്കെ മാം. ക്ലൈമാക്സിൽ നമുക്ക് അങ്ങനെ ഒരു ഡയലോഗ് ഇട്ടാലോ? നന്നായിരിക്കും. കണ്ടോ, ഞാൻ പറഞ്ഞല്ലേ. പക്ഷേ ഇതില് വേണ്ട. ഇവന്റെ ഐഡിയ. മോനെ ശ്യാം. ആ ഇതാരടാ? നിന്റെ ഭാവി അമ്മായിയപ്പ. അങ്കിൾ എന്താ ഇവിടെ? മോനെ ഒന്ന് കാണാൻ വന്നതാ. 5 മിനിറ്റ് ഒന്ന് ഇരിക്കെ. എന്നാ നീ പോയിക്കോ, ഞങ്ങൾ വന്നോളാം. ശരി. അല്ല ഇയാള് ഇത് വേണ്ട അങ്കിൾ, ഞാൻ ഇവിടെ നിന്നോളാം. എന്താ അങ്കിൾ? ഇതൊന്ന് നോക്കിയേ. അങ്കിൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. അങ്കിൾ, ഇത് ഞങ്ങളുടെ ഡ്രാമ റിഹേഴ്സൽ. ഒരു വിശദീകരണവും അങ്കിള് ചോദിക്കുന്നില്ല. മോൻ മിടുക്കനാ, മിടുക്കൻ. എന്റെ മോളും അതെ, എന്റെ മൂത്ത മക്കളെ പോലെ തന്നെ. അങ്കിൾ, ഇത് ആരോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. മോൻ ഏതാ? ഞാൻ ശ്യാമിന്റെ ഫ്രണ്ടാ. ഫ്രണ്ട് മോൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരി, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ആ മക്കൾ എന്താ തീരുമാനിച്ചിരിക്കണേ? ഒളിച്ചോടി രജിസ്റ്റർ ചെയ്യാനോ അതോ മാന്യമായിട്ട് മാലയിടാനോ? ഇതിലേതാണ് അങ്കിളിന് സൗകര്യം? ഇതിലേതാണെങ്കിലും ഈ അങ്കിളിന് സൗകര്യമില്ല. പറഞ്ഞു മനസ്സിലാക്കിയിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്താ ചെയ്യുക? ഒരു തീരുമാനം വേണ്ടേ? ദേ അവരെ കണ്ടോ? അപ്പൊ എങ്ങനെയാ? പുറത്തോട്ടിറങ്ങുകയല്ലേ? പിന്നെ അവരിങ്ങോട്ട് കയറിയാൽ നമ്മളായിട്ട് എന്തിനാ ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഇനി ഇഷ്ടം പോലെ ചെയ്. നീ എന്താ കാട്ടണേ? നീ കണ്ടോ?
ഇവിടെ നിന്ന് കണ്ടോ. വണ്ടി എടുക്കൂ സുരേന്ദ്ര, സാക്ഷിയാകാൻ പറ്റില്ല. ഹേയ്, ചേട്ടന്മാർ അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. എന്താ എന്താ പറ്റിയത്? നിന്റെ ഫോട്ടോഗ്രാഫി സ്കിൽസിന് എനിക്ക് കിട്ടിയ സമ്മാനമാ ഇവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന്. ഇത്രയ്ക്ക് ദുഷിപ്പാണോടി നിന്റെ മനസ്സിൽ? എന്റെ കാര്യം പോട്ടെ, നീ ഇവളെ പറ്റി ഓർത്തോ? എന്തിനായിരുന്നു ഇതൊക്കെ? എന്നോട് ജയിക്കാനോ? അതിന് ഇത്രയ്ക്ക് ചീപ്പാവെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്നോട് ഉടക്കിയതും പിണങ്ങിയതും ഒക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടേ ഉള്ളൂ. അതെനിക്ക് ഇഷ്ടമായതുകൊണ്ടാ. നിന്നെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെയാടി വെടക്കെ നിന്നെ കെട്ടാൻ വന്നതോട് ഞാനന്ന് അങ്ങനെ പോയി പറഞ്ഞത്. ഹോ, ആദ്യമായിട്ട് പ്രേമം തോന്നിയ ഒരു സാധനം അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. മതി, നിർത്തി. ഇതോടെ തീർന്നു സകലതും. ഞാനല്ലേ ഇത് ചെയ്തത്? ഞാൻ? അതെ, ഞാൻ തന്നെയാ. ഇത് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം ചെയ്തതല്ല, നിനക്ക് രണ്ടെണ്ണം കിട്ടാൻ കൂടി വേണ്ടി ചെയ്തതാ. കിട്ടിയില്ല ആവശ്യത്തിന്, മതിയല്ലോ. എന്നിട്ടും അവളുടെ അഹങ്കാരം തീർന്നില്ല. എടി, നിന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് ശ്യാമിനോടൊപ്പം സ്റ്റേജിൽ കയറിയത്. എന്നിട്ട് നീ ഇത്ര എന്റെ മുമ്പിൽ കാണരുത് നിന്നെ. കൊല്ലം കുറയായി കൂടെ നടക്കുന്നു. ഇങ്ങനൊരു വൃത്തികേട് ഞാൻ ചെയ്യുമെന്ന് നീ വിശ്വസിച്ചു അല്ലേ? വിശ്വസിച്ചോ? അല്ലാതെ തെളിയിക്കാൻ എനിക്ക് മനസ്സില്ല. അറിയോ, എനിക്കിഷ്ടായ മാത്രം പോരാ, നിന്നെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുമെന്ന് മത്തായിച്ചനോട് ബെറ്റും വെച്ച് ഇറങ്ങിയതാ ഞാൻ. ഒരേ വേവ് ലെങ്ത് ആണ്, മണ്ണം കട്ടിയാണെന്നൊക്കെ തോന്നിയത് എന്റെ തെറ്റാ. മതി, ഇതിങ്ങനെ തന്നെ അവസാനിപ്പിച്ചേക്കാം. എന്തായാലും നീ കൈവച്ച ശരിയായില്ല. ആ കൈ വെച്ചു, പറ്റിപ്പോയി. സാരമില്ല, കെട്ട് കഴിഞ്ഞ് കിട്ടേണ്ടതിന്ന് അവൾ ഒരെണ്ണം കുറച്ചോട്ടെ. മത്തായിച്ച, നമ്മുടെ ബെറ്റ് പൊളിഞ്ഞു. തോറ്റത് മത്തായിച്ചനാ. ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശ്യാം പറഞ്ഞു എന്നെ ഇഷ്ടാണെന്ന്. അതെ, സത്യം. പക്ഷെ മത്തായിച്ചൻ പറഞ്ഞതാ ശരി. ഈ പാസിംഗ് ഫാൻസി പോട്ടെ മത്തായിച്ച, നമ്മളത് വേണ്ടെന്ന് വെക്കുന്നു.